Chapter 10 Mechanical Properties of Fluids, Pascal's Law and Hydraulic Lift. അപ്പോൾ ഇത് നിങ്ങൾ സാധാരണയായിട്ട് കണ്ടിട്ടുള്ളൊരു കാര്യമാണല്ലേ, കാർ സർവീസിങ്. അപ്പോൾ കാർ ലിഫ്റ്റ് ചെയ്തിരിക്കുകയാണല്ലേ, കാണുന്നുണ്ടല്ലോ. അപ്പോൾ സർവീസ് സ്റ്റേഷനിലൊക്കെ നമ്മൾ ഇങ്ങനത്തെ ഈ രീതിയിൽ കാറും അല്ലെങ്കിൽ മറ്റ് വെഹിക്കിൾസൊക്കെ ഉയർത്തി വെച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. അതുപോലെ തന്നെ നമ്മുടെ ഒരു പ്രധാന ഇപ്പോഴത്തെ സിറ്റി ലൈഫിലൊക്കെ ഉള്ളൊരു പ്രോബ്ലമാണ് കാർ പാർക്കിംഗ്. അപ്പം നമുക്ക് ഇതൊക്കെ ഒന്ന് നോക്കാം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കാർ പാർക്കിംഗ് കണ്ടേ. ഇത് കണ്ടോ, മൾട്ടി സ്റ്റോറീഡ് ആയിട്ട് കാർ പാർക്കിംഗ് ആണല്ലേ, കാണുന്നുണ്ടല്ലോ. അപ്പം ഇങ്ങനെയുള്ള കാർ പാർക്കിങ്ങിനൊക്കെ കാർ ലിഫ്റ്റിംഗ് നമുക്ക് ആവശ്യമുണ്ടല്ലേ. അപ്പം കാറിനെ ഇപ്പം താഴത്തെ ഫ്ലോറിൽ നിന്ന് മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യേണ്ടി വരും. കാർ ലിഫ്റ്റിങ്ങിന് വേണ്ടി ഇതാ കണ്ടോ. അപ്പോൾ ഇതുപോലെയൊക്കെ കാർ ലിഫ്റ്റിംഗ് പാർക്കിങ്ങിൻ്റെ മൾട്ടി സ്റ്റോറേഡ് പാർക്കിങ്ങിനും വേണ്ടി വരും, സർവീസ് സെൻറ്ററിൽ വേണ്ടി വരും. അപ്പോൾ ഇതിനെല്ലാം ഉപയോഗിക്കുന്ന ഒരു ബേസിക് പ്രിൻസിപ്പിളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. നമ്മുടെ പാസ്കൽസ് ലോ, വളരെ പ്രധാനപ്പെട്ട എന്നാൽ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ലോ ആണ് പാസ്കൽസ് ലോ. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഹൈഡ്രോളിക് ലിഫ്റ്റും ഹൈഡ്രോളിക് ബ്രേക്കും ഒക്കെ വർക്ക് ചെയ്യുന്നത്. അപ്പം നമുക്ക് പാസ്കൽസ് ലോ എന്താണെന്നും നിങ്ങളിപ്പോൾ കണ്ട കാർ ലിഫ്റ്റിംഗ് ഇല്ലേ, ആ കാർ ലിഫ്റ്റിങ്ങിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നമ്മൾ ഈ പ്ലസ് 1 ക്ലാസ്സിൽ പഠിക്കുന്ന പാസ്കൽസ് ലോ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ വർക്കിങ്ങുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. ഇവിടെ നോക്ക്, ഇതൊരു പേസ്റ്റാണല്ലേ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തൊരു ഫ്ലൂയിഡാണ്. ഈ ഫ്ലൂയിഡ് ഇതാ നോക്ക്, ഞാനിവിടെ ഒരു പ്രഷർ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഞാനൊന്ന് പ്രസ് ചെയ്യുന്നു. പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കറിയാം അല്ലേ, പ്രസ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു, ഫ്ലൂയിഡ് പുറത്തേക്ക് വരുന്നു അല്ലേ. ഞാൻ ഇവിടെ അപ്ലൈ ചെയ്ത പ്രഷർ ട്രാൻസ്മിറ്റ് ചെയ്ത് ഈ എൻഡ് വരെ എത്തിയത് കൊണ്ടാണ് ഈ ഫ്ലൂയിഡ് പുറത്തേക്ക് വന്നത് അല്ലേ. അപ്പോൾ പ്രഷർ ട്രാൻസ്മിറ്റ് ചെയ്തു എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ. അപ്പോൾ അക്കോർഡിംഗ് ടു പാസ്കൽസ് ലോ, ദി പ്രഷർ അപ്ലൈഡ് അറ്റ് എനി പോയിൻറ്റ് ഓഫ് എ ഫ്ലൂയിഡ് in equilibrium or contained in a vessel is transmitted equally to all other points. Pascal's law, the law states that whenever external pressure is applied on any part of a fluid contained in a vessel, it is transmitted undiminished and equally to all directions. എന്താണ് പാസ്കൽസ് ലോ? Whenever external pressure is applied on any part of a fluid contained in a vessel, it is transmitted equally to all other directions. So a content point എന്ന് പറഞ്ഞാൽ pressure is transmitted equally to all other points when a liquid is contained in a vessel. ഓക്കെ, അപ്പോൾ പാസ്കൽസ് ലോ ഡെഫിനിഷൻ പഠിക്കുക. വെനെവർ എക്സ്റ്റേണൽ പ്രഷർ ഈസ് അപ്ലൈഡ് ഓൺ എനി പാർട്ട് ഓഫ് എ ഫ്ലൂയിഡ് കണ്ടെയ്ൻഡ് ഇൻ എ വെസൽ, ഇറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് അൺഡിമിനിഷ്ഡ് ആൻഡ് ഈക്വലി ഇൻ ഓൾ ഡിറക്ഷൻസ്. അപ്പോൾ ഇതിൻ്റെ ഈ പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നതാണ് ഹൈഡ്രോളിക് ലിഫ്റ്റ്, ഹൈഡ്രോളിക് ബ്രേക്ക്. അപ്പോൾ ഈ ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ വർക്കിംഗ് നോക്കാം. ഇതാണൊരു ഹൈഡ്രോളിക് ലിഫ്റ്റ്. അപ്പോൾ ഈ പിക്ചറിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, 2 പിസ്റ്റൺസ് ഉണ്ട് അല്ലെങ്കിൽ 2 സിലിണ്ട്രിക്കൽ പോർഷൻസ് ഉണ്ട്. ആ സിലിണ്ട്രിക്കൽ പോർഷൻസിനെ തമ്മിൽ ഇൻ്റർ കണക്റ്റ് ചെയ്തിരിക്കുകയാണല്ലേ, കണ്ടല്ലോ അല്ലേ. കാർ ലിഫ്റ്റ് ചെയ്യുന്ന ഭാഗത്ത് ഒരു സിലിണ്ട്രിക്കൽ പോർഷനുണ്ട്, നമുക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ട ഭാഗത്തും ഒരു സിലിണ്ട്രിക്കൽ പോർഷനുണ്ട്. അപ്പോൾ ഈ 2 സിലിണ്ടേഴ്സിൻ്റെയും ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ നോക്ക് നിങ്ങൾ, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഡിഫറെൻ്റ് ആണ്. നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ട ഫസ്റ്റ് പോർഷൻ്റെ ഏരിയ കുറവും രണ്ടാമത്തെ പോർഷൻ്റെ ഏരിയ കൂടുതലുമാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A1 ആൻഡ് A2 എന്ന് എടുത്തിരിക്കുകയാണ്. A2 ഈസ് ഗ്രേറ്റർ ദാൻ A1. ഇനി ഫസ്റ്റ് പോർഷനിൽ ഒരു ചെറിയ ഫോഴ്സ് F1 അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു, F2 ആയിട്ട് ആ ഫോഴ്സ് അടുത്ത പോർഷനിൽ കിട്ടിയിട്ടാണ് കാർ ലിഫ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലായി. ഈ ഫിഗർ വരയ്ക്കാൻ പഠിക്കുക. ഇനിയിപ്പോൾ അതിൻ്റെ എങ്ങനെയാണ് F1ഉം F2ഉം തമ്മിലുള്ള റിലേഷൻഷിപ്പ്. F2 ആയിരിക്കും കൂടുതൽ അല്ലേ, ചെറിയ ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് വലിയ ഫോഴ്സ് ഉപയോഗിച്ച് കാറിനെ ലിഫ്റ്റ് ചെയ്യണം. അപ്പോൾ F2 എങ്ങനെയാണ് F1-നേക്കാൾ കൂടിയത്, എത്ര ടൈംസ് ആയിരിക്കും, അപ്പോൾ അത് നോക്കാം. അപ്പോൾ നമ്മുടെ ഹൈഡ്രോളിക് ലിഫ്റ്റിൽ ഫസ്റ്റ് പോർഷൻ ഏരിയ A1 ആണല്ലേ. ഇവിടെ F1 ഫോഴ്സ് അപ്ലൈ ചെയ്തിരിക്കുന്നു. ദെൻ പ്രഷർ, ഈ ഫസ്റ്റ് പോർഷനിൽ കിട്ടുന്ന ലിക്വിഡ് പ്രഷർ P
P1 എന്ന് നമുക്ക് കൊടുക്കാം. P1 ഇസ് ഈക്വൽ ടു, നിങ്ങൾക്കറിയാം പ്രഷർ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ ആണ് അല്ലേ, ഫോഴ്സ് ബൈ ഏരിയ. സോ F1 by A1. Okay, pressure at the first portion P1 is equal to F1 by A1. And according to Pascal's law, this pressure is equally transmitted to all other portions of the fluid. അപ്പോൾ ആ പ്രഷർ ആയിരിക്കും, സെയിം പ്രഷർ P1 ആയിരിക്കും സെക്കൻഡ് പോർഷനിൽ ഇവിടെ എത്തിച്ചേരുന്നത്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് സിലിണ്ടറിൽ കിട്ടുന്ന പ്രഷർ P2 എന്ന് പറയുന്നത് P1 ഈക്വൽ ആയിരിക്കും. ദെൻ സെക്കൻഡ് പോർഷനിൽ നമുക്ക് വേണ്ടത് ഇവിടെ ഒരു F1 ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോൾ F2 എത്രയാവുന്നു എന്നാണ് അല്ലേ. സോ വി ക്യാൻ റൈറ്റ് F2 ഇസ് ഈക്വൽ ടു, നമുക്ക് പ്രഷർ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. സോ ഫോഴ്സ് ഇസ് ഈക്വൽ ടു പ്രഷർ ഇൻ ടു ഏരിയ. F2 is equal to P2 into area of cross section of the larger cylinder A2, which is equal to P, but P2 is equal to P1 ആണ്. P1 ഏതാണ്, F1 by A1. സോ P2ന് പകരം നമുക്ക് എന്ത് എഴുതാം, F1 by A1 into A2. അപ്പം നിങ്ങളിവിടെ നോക്കിയേ, ഇതിലിപ്പോൾ എന്ത് എഴുതാൻ നമുക്ക് പറ്റും, F2 ആണല്ലേ, F2 is equal to F1 into A2 by A1 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് F2 കണ്ടുപിടിക്കാനുള്ള ഫോർമുലയായി F1 into A2 by A1. A2 by A1 നിങ്ങൾ നോക്കിയേ, A2 ലാർജർ സിലിണ്ടർ ആണ് അല്ലേ, A1 ആണ് ഫസ്റ്റ് സിലിണ്ടർ. അത് A1ൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറവും A2ൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടുതലുമായിരിക്കും അല്ലേ. സോ A2 ഗ്രേറ്റർ ദാൻ A1 ആണ്. ദെയർഫോർ F2 ആയിരിക്കും കൂടുതലല്ലേ, F2 ഗ്രേറ്റർ ദാൻ F1 ആയിരിക്കും. F2 എന്ന് പറഞ്ഞാൽ F2 is equal to എത്രയായിരിക്കും, F2 is equal to F1 into ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A2 by A1 എത്രയാണോ ആ റേഷ്യോയുടെ അത്രയും ടൈംസ് ആയിരിക്കും. A2 കൂടുതലായതുകൊണ്ട് എന്തായാലും F2 ആയിരിക്കും F1-നേക്കാളും കൂടുതൽ. ഓക്കെ, സോ F2 is equal to F1 into A2 by A1. അപ്പോൾ ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ വർക്കിങ്ങും എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു.